ഒരു ദേശസാൽകൃത ബാങ്കിന്റെ മാനേജരായിരുന്നു ജെയ്സന്റെ പപ്പ ജേക്കബ്. ജെയ്സനെയും ഒരു ബാങ്ക് ജീവനക്കാരനാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് മുന്നിൽ കണ്ടാണ് അവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ IT ലോകത്ത് പ്രതിഭ തെളിയിക്കാനായിരുന്നു ജെയ്സന്റെ തീരുമാനം. അവൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ജേക്കബ് റിട്ടയർ ആയിരുന്നു. 3 കൂട്ടുകാരുടെ കൂടെ ചേർന്നൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാൻ അവൻ തീരുമാനിച്ചു. നല്ല ബ്രില്യൻറ്റും ധാരാളം പുതിയ ആശയങ്ങൾ കൈമുതലായവനുമായതിനാൽ ജേക്കബ് അവനെ എതിർക്കാനൊന്നും പോയില്ല. മമ്മി സോഫിയയും അനുജത്തി പ്രിൻസിയും ജെയ്സനെ സപ്പോർട്ട് ചെയ്തു. പുതിയ ലോകം, പുതിയ പിള്ളേർ, അവരുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജേക്കബും തീരുമാനിച്ചു. 20 ലക്ഷം രൂപയായിരുന്നു ആകെ വേണ്ട ഫണ്ട്. 3 കൂട്ടുകാരും കൂടി ഒപ്പിച്ചത് 10 ലക്ഷം മാത്രമായിരുന്നു. ഐഡിയ ജെയ്സന്റെ ആയിരുന്നതിനാലും അവനതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നതിനാലും ജേക്കബ് റിട്ടയർമെന്റ് സമ്പാദ്യത്തിൽ നിന്നും 10 ലക്ഷം രൂപ അവന് കൊടുത്തു. ടൗണിൽ ഒരു ഫ്ലോർ എടുത്ത് ഫർണിഷ് ചെയ്ത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങി 2-ാമത്തെ മാസം തന്നെ വലിയൊരു ഓഫർ കിട്ടി. ഒരു കനേഡിയൻ കമ്പനിയുടെ വലിയൊരു പ്രോജക്റ്റ്. ചെന്നൈ ആസ്ഥാനമായിട്ടായിരുന്നു കമ്പനിയുടെ സൗത്ത് സോൺ ഓഫീസ്. ജെയ്സൺ ആണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ചെന്നൈക്ക് പോയത്. കാര്യങ്ങളൊക്കെ ശരിയായി. പക്ഷേ 23 ലക്ഷം രൂപയുടെ കോഷൻ ഡെപ്പോസിറ്റ് വച്ചാലേ പ്രോജക്റ്റ് കിട്ടുകയുള്ളൂ. കൂട്ടുകാർ കൂടി ആലോചിച്ചിട്ടും മാർഗമൊന്നും കണ്ടില്ല. ഒടുവിൽ ജെയ്സൺ പപ്പയെ തന്നെ സമീപിച്ചു. അത്രയും തുക കൂടി എടുത്ത് അവന് കൊടുത്താൽ പ്രിൻസിയെ കെട്ടിക്കാൻ ഒന്നും കാണില്ലെന്നറിയാവുന്നതുകൊണ്ട് ജേക്കബ് വിസമ്മതിച്ചു. ജെയ്സന്റെ മുന്നിൽ വേറെ വഴിയൊന്നും തെളിഞ്ഞില്ല. അവനാകെ മനപ്രയാസമായി. രക്ഷപ്പെടാൻ ഒരു മാർഗം മുന്നിൽ വന്നിട്ട് അത് ഉപയോഗിക്കാനാവാത്തതിനാൽ കുറേ ദിവസത്തേക്ക് അവൻ മൗനിയായിപ്പോയി. ഒടുവിൽ അവൻ്റെ സങ്കടം കണ്ട് ജേക്കബ് സമ്മതിച്ചു. പണമെടുത്ത് കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞത് അനിയത്തിയുടെ ജീവിതം ഇനി നിന്റെ കയ്യിലാണെന്ന് മാത്രമാണ്. അവനും അതറിയാമായിരുന്നു. പണം ട്രാൻസ്ഫർ ചെയ്യും മുമ്പ് അവൻ 100 തവണയെങ്കിലും കമ്പനിയുടെ പ്രൊഫൈൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി. അങ്ങനെ എഗ്രിമെൻ്റായി. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ. പക്ഷേ കാനഡയിൽ ഒരു വിഭാഗം സിഖുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 കനേഡിയൻ പൗരന്മാർ കൊല്ലപ്പെടുകയും കനേഡിയൻ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളെ മടക്കി വിളിക്കുകയും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉപാധികൾ വയ്ക്കുകയും ചെയ്തു. ഗവൺമെൻറ്റുകൾ തമ്മിൽ ശരിയായ രീതിയിൽ ചർച്ചകളൊന്നും നടന്നില്ല. ഇന്ത്യൻ വംശജരുടെ കുടിയേറ്റവും അക്രമവും പ്രാദേശികമായി കനേഡിയൻ സർക്കാരിന് കുറേ നാളായി തലവേദനയായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വിസ അടിക്കുന്നതുൾപ്പെടെ ഉപരോധ നടപടികളുമായി കാനഡ മുന്നോട്ടു പോകുന്ന കാര്യമൊക്കെ ജെയ്സണും കൂട്ടുകാരും അറിയുന്നുണ്ടായിരുന്നെങ്കിലും തങ്ങളെ അത് ബാധിക്കില്ലെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഒരു നാൾ രാത്രി ചെന്നൈയിലെ സൗത്ത് സോണൽ ഓഫീസ് പൂട്ടിയതായി മെയിൽ വന്നു. കോണ്ടാക്റ്റുകളെല്ലാം ഇനി കാനഡയുമായി നേരിൽ മാത്രം. ജെയ്സൺ ഞെട്ടിപ്പോയി. അതുവരെ പ്രോജക്റ്റുമായി കണക്റ്റായിരുന്ന വെബ്സൈറ്റും പൂട്ടിപ്പോയി. തലയ്ക്കടിയേറ്റ പോലെ ആയിപ്പോയി അവൻ. ഊണും ഉറക്കവുമില്ലാതെ കമ്പനിക്ക് മെയിലുകൾ ചെയ്തിട്ട് ഫലമൊന്നും ഉണ്ടായില്ല. പണം തിരികെ കിട്ടിയില്ല. പ്രോജക്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. 2 രാജ്യങ്ങളുമായി കാര്യങ്ങൾ ശരിയാകുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അവസാന മെയിൽ അവന് റിപ്ലൈ ആയി കിട്ടിയത്. ഒറ്റയടിക്ക് 43 ലക്ഷം പോയി. അതിൽ 33 ലക്ഷവും ജെയ്സൻ്റേതായിരുന്നു. വാടക കൊടുക്കാനാകാതെ ഓഫീസ് ഷട്ടറിട്ടു. കൂട്ടുകാർ പല വഴിക്ക് പോയി. ജെയ്സൺ വീട്ടിലെ മുറിയിൽ ഒറ്റപ്പെട്ടു. 3 വർഷം മുമ്പായിരുന്നു അത്. ജെയ്സന്റെ ആദ്യത്തെയും അവസാനത്തേതുമായ സംരംഭത്തിന്റെ അന്ത്യം. അതിനുശേഷം ഇതുവരെ പപ്പ അവനോട് മിണ്ടിയിട്ടില്ല. അവനോടെന്നല്ല, ആരോടും അദ്ദേഹം അധികം ഇപ്പോൾ മിണ്ടാറില്ല. കുറച്ചുനാൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുറി അടച്ചിരുന്നെങ്കിലും ജെയ്സൺ പക്ഷേ തളരാൻ തയ്യാറായില്ല. ലാപ്ടോപ്പും എടുത്ത് പുതിയ പദ്ധതികളുമായി രാവിലെ ഇറങ്ങും. ഇനി പക്ഷേ ഒരു പൈസയും സ്വന്തമായിട്ട് ഇറക്കില്ലെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. ഇറക്കാനൊന്നുമില്ലെന്നത് വേറെ കാര്യം. സംഘർഷഭരിതമായ ആ ദിവസങ്ങളിൽ ഏക ആശ്വാസം അനീഷിൻ്റെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ഇരുന്ന് മടുക്കുമ്പോൾ രേണുവിനെ കാണാനിറങ്ങും. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവൾ ആശ്വസിപ്പിച്ച് പറഞ്ഞുവിടും. എന്നാൽ ശരിക്കും അവൻ്റെ കേൾവിക്കാരൻ അനീഷ് തന്നെയായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിലും ഒരു നാളെങ്കിലും കണ്ടില്ലെങ്കിൽ അനീഷ് ജെയ്സനെ വിളിക്കുമായിരുന്നു. ഉള്ളിലെ കനലണയാതെ നോക്കിയാൽ മതി, സമയമാവുമ്പോൾ എല്ലാം ശരിയാകുമെന്നായിരുന്നു അനീഷിൻ്റെ ഭഷം. രേണു അന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മുറ്റത്തൊരു ആൾട്ടോ കാർ കിടപ്പുണ്ടായിരുന്നു. അനുചേച്ചി എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഹാളിൽ അച്ഛൻ TV-യിൽ സിനിമ കണ്ട് തന്നെ ഇരിപ്പുണ്ട്. ബാഗ് മുറിയിൽ വച്ചിട്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു. അനു ചായ എഴുതുകയായിരുന്നു. ചേച്ചി വന്നിട്ട് ഒത്തിരി നേരമായോ? രേണു ചോദിച്ചു. 1/2 മണിക്കൂറായി. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അനു ചായ 3 ഗ്ലാസുകളിലായി പകർന്നു. മോനെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ ചേച്ചി? രേണു ചോദിച്ചു. അതിന് ഞാൻ വീട്ടിൽ നിന്നല്ലടി വരുന്നത്. സൈറ്റിൽ ഹരിയേട്ടൻ്റെ ഒപ്പമായിരുന്നു. ഞാൻ ഈ ചായ ഒന്ന് അച്ഛന് കൊടുത്തിട്ട് വരാം. അവൾ ചായയുമായി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. രേണു ചായ ഊതി കുടിച്ച് അടുക്കളയിൽ തന്നെ നിന്നു. അനു വേഗം തിരികെ വന്നു. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോണ്? അനു ചോദിച്ചു.
ഓ, അങ്ങനെ പോകുന്നു. നിന്റെ ഡിസൈന് നല്ല പേരാ കേട്ടോടി. നിനക്കിപ്പോൾ എത്രയുണ്ട് ശമ്പളം? ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അനു ചോദിച്ചു. ഓ, അതിന് മാത്രമൊന്നുമില്ല. കിട്ടുന്നത് കൊണ്ട് വീട്ടുവാടകയും അച്ഛൻ്റെ മരുന്നും എൻ്റെ ചെലവുമൊക്കെ നടന്നു പോകും. പിന്നെ നീ കാറ്ററിങ്ങിന് പോകുന്നതും റിയൽ എസ്റ്റേറ്റ് കമ്മീഷൻ കിട്ടുന്നതുമൊക്കെ എന്തിയേ? അതൊക്കെ വല്ലപ്പോഴും നടക്കണ കാര്യമല്ലേ അനുചേച്ചി. അതുമാത്രം കൊണ്ട് എന്തുണ്ടാക്കാനാ? എന്നാലും നിന്റെ ഒന്നും ഇല്ലാതിരിക്കില്ല. എടീ, വീട് പണി വിചാരിച്ച പോലൊന്നുമല്ല. സാധനങ്ങൾക്കൊക്കെ നിമിഷം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുക. ഹരിയേട്ടൻ ആകെ വിഷമിച്ചിട്ടാണ് നടപ്പ്. നാളെ തന്നെ നല്ലൊരു തുക വേണം. ലോൺ എടുത്തല്ലേ ചേച്ചി വീട് പണിയുന്നേ? പിന്നെന്താ ഇത്ര പ്രശ്നം? ഓ, ലോണിൻ്റെ കാര്യമൊന്നും പറയണ്ട. 25 ലക്ഷം രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ബാങ്കുകാർ തരുന്ന പൈസയ്ക്ക് ഇക്കാലത്തൊരു വീട് വയ്ക്കാൻ പറ്റുമോ? പിന്നെ ലോൺ അടയ്ക്കേണ്ടത് ഹരിയേട്ടൻ തന്നെയല്ലേ? ചേച്ചി കൂടി എന്തേലും ഒരു ജോലി നോക്കണം. ഡിഗ്രിയൊക്കെ എടുത്തതല്ലേ? ഏയ്, അതൊന്നും ഹരിയേട്ടന് ഇഷ്ടമല്ല. ഞാൻ നിന്നെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാ. എന്താ? നിന്റെ കയ്യിൽ വല്ല നീക്കിയിരിപ്പും കാണുമല്ലോ. അതൊന്ന് തൽക്കാലം ചേച്ചിക്ക് തരണം. ഞങ്ങൾ ആ വീട് പണിയൊന്ന് തീർത്തോട്ടെ. എൻ്റെ കയ്യിലാ? ചേച്ചി എന്താ ഈ പറയുന്നത്? രേണു ചോദിച്ചു. ഓ, നീ ഒഴിയാനൊന്നും നോക്കണ്ട. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഹരിയേട്ടൻ ഒറ്റ ഒരാളായിട്ടാണ് വീട് പണി നടത്തുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തേലും കാര്യമായി ചെയ്തേ പറ്റൂ. ഇല്ലേൽ നാണക്കേടാ. ചേച്ചി എന്താ ഈ പറയുന്നേ? എൻ്റെ നീക്കിയിരിപ്പായി ആകെയുള്ളത് ആ പഴയ സ്കൂട്ടറും പിന്നെ അവിടെ ഇരുന്ന് TV കാണുന്ന അച്ഛനുമാണ്. പിന്നെ ചേച്ചിയുടെ കയ്യിൽ സ്വന്തമായിട്ട് വല്ലതും ഉണ്ടോ? എടീ, എന്തേലും കാണുമായിരുന്നു. ആ വീടും സ്ഥലവും അവിടെ കിടന്നിരുന്നേ. എനിക്ക് കൂടി അവകാശപ്പെട്ടതാ കണ്ടവന്മാർക്ക് നീ എടുത്തു കൊടുത്തത്. അനു ദേഷ്യപ്പെട്ടു. രേണു പെട്ടെന്ന് നിശബ്ദയായി. അതവിടെ ഉണ്ടായിരുന്നേൽ വല്ല ബാങ്കിലും പണയം വച്ചിട്ടെങ്കിലും 7 ലക്ഷം രൂപ എനിക്ക് എടുക്കാമായിരുന്നു. എങ്കിൽ ഇവിടെ വന്ന് നിന്റെ മുന്നിൽ ഇരക്കേണ്ട കാര്യമൊന്നും എനിക്ക് വരില്ലായിരുന്നു. രേണു മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അനു ചെന്ന് അവളുടെ തോളിൽ പിടിച്ചു. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ ബുദ്ധിമുട്ട് നീ അറിയാൻ പറഞ്ഞതാ. അനുചേച്ചി, എനിക്കൊരു തെറ്റുപറ്റി. ഞാനത് നിങ്ങളുടെ എല്ലാം മുന്നിൽ പലതവണ സമ്മതിച്ചതുമാണ്. ഈ വാടക വീട്ടിൽ ഞാൻ അച്ഛനെയും കൊണ്ട് തനിച്ചായതും അതുകൊണ്ട് തന്നെയാ. അച്ഛന് മരുന്നിന് തന്നെ ഒരു മാസം എത്ര രൂപയാകുമെന്ന് ചേച്ചിക്ക് അറിയോ? 1 രൂപയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കാറുണ്ടോ? അച്ഛനെ നോക്കാൻ നിന്നോടാരാ പറഞ്ഞ്? കുട്ടിക്കാലത്ത് കളഞ്ഞിട്ട് പോയിട്ട് അമ്മ മരിച്ചപ്പോഴല്ലേ കയറി വന്നത്. വന്ന പോലെ തിരിച്ചു പൊയ്ക്കോളാൻ എല്ലാവരും പറഞ്ഞപ്പോൾ നീയല്ലേ പിടിച്ചു കയറ്റി താമസിപ്പിച്ചത്? വീണ്ടും അനു ചൂടായി. മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് ചേച്ചി. അച്ഛൻ അങ്ങനെ നമ്മളോടൊരു തെറ്റു ചെയ്തു. പക്ഷേ മരിച്ചുപോയ അമ്മ അത് പുറത്തുതാ. കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുമ്പോഴും ഒരു നാൾ തിരികെ വന്നാൽ അച്ഛനെ അമ്മ സ്വീകരിക്കുമായിരുന്നു. ഈ രോഗാവസ്ഥയിൽ പ്രായമായ ഒരു മനുഷ്യനെ എങ്ങോട്ട് ഇറക്കി വിടാനാ ചേച്ചി? എല്ലാ വയ്യാവേലികളും നീ തന്നെ പിടിച്ച് തലയിൽ വയ്ക്കും. എന്നിട്ട് നിന്ന് ന്യായീകരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അച്ഛനില്ലായിരുന്നു. അമ്മയാണ് എന്നെ വളർത്തി പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടത്. അന്നില്ലാതിരുന്ന ഒരച്ഛൻ ഇനിയും എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് മരുന്ന് വാങ്ങാനും ചെലവാക്കാനും ഞാൻ നയാ പൈസ തരയുമില്ല. അനു ശബ്ദമുയർത്തി. ചേച്ചി പതിയെ പറയും. അച്ഛൻ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാവും, രേണു പറഞ്ഞു. ഞാൻ എന്തിനാടി പേടിക്കണേ? ഞാൻ പറയാനുള്ളത് പറയും. എൻ്റെ അമ്മയുടെ ജീവിതം, നമ്മുടെ ജീവിതം ഒക്കെ ഇല്ലാതാക്കിയത് ആ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? അച്ഛനെ നീ ന്യായീകരിക്കാൻ നിൽക്കണ്ട, അത്ര തന്നെ. അച്ഛനെ ചെലവിന് ഞാൻ തരുന്നില്ലെന്ന് ഡയലോഗ് നീ പറയണ്ട. ഞാൻ അതിന് അനുചേച്ചിയോട് പരാതി പറഞ്ഞോ? പിന്നെ നീ പറഞ്ഞില്ലേ, ഞാനേ മറ്റൊരുത്തിൻ്റെ ചെലവിൽ കഴിയുന്ന പെണ്ണ. മോനൊരുത്തം കൂടി ഉണ്ടല്ലോ, വലിയ രാജാവായി വാഴുന്ന. അങ്ങോട്ട് പറഞ്ഞു വിടണം നിന്റെ പൊന്നനിയൻ്റെ അടുത്തേക്ക്. ചേച്ചി മതിയാക്ക്. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? രേണുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അയൽക്കാരും കൂടി കേട്ടാലുള്ള നാണക്കേടാണ് അവൾക്ക് തോന്നിയത്. എടി രേണു, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു മോൻ കൂടിയുണ്ട് അച്ഛന്. അവനോട് കൂടി നീ പറയണം. വേണ്ട അനുചേച്ചി, ഞാൻ ആരോടും ഒന്നിനും പോകില്ല. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞോളാം, അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു. അതൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ എന്താ പറയുന്നേ? കുറച്ചെങ്കിലും പൈസ എൻ്റെ ഭാഗത്തു നിന്ന് ഹരിയേട്ടന് കൊടുത്തേ പറ്റൂ. ഞാൻ അതിനെന്ത് ചെയ്യാനാ അനുചേച്ചി? അവൾ നിസ്സഹായയായി പറഞ്ഞു. നീ വെറുതെ കൈമലർത്തേണ്ട രേണു. നീ വിചാരിച്ചാൽ പൈസ മറിയും. നിനക്ക് ആ സൊസൈറ്റിയിൽ 2 ലക്ഷത്തിൻ്റെ ചിട്ടി ഉണ്ടല്ലോ, അത് പിടിച്ചു തരണം. പിന്നെ ആ അൾസിബയോട് കുറച്ച് സഹായിക്കാൻ പറയും. അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്. എനിക്കൊരു 4-5 ലക്ഷം രൂപ നീ ഒപ്പിച്ചു തന്നേ പറ്റൂ. 5 ലക്ഷമോ? രേണു വായ പൊളിച്ചു. എന്താ? എനിക്ക് അവകാശപ്പെട്ടതാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കൂടി കിട്ടേണ്ട വീടും സ്ഥലവും നശിപ്പിച്ചത് നീയാ. അപ്പോൾ നീ തന്നെ തരണം. എനിക്ക് ഹരിയേട്ടൻ്റെ വീട്ടുകാരുടെ മുന്നിൽ കൊച്ചാകാനൊന്നും വയ്യ.
വീട് പണിക്ക് നിന്റെ വീട്ടുകാർ എന്തോ തന്നെന്ന് ചോദിക്കുമ്പോൾ നീ നിൽക്കും പോലെ നിലത്ത് നോക്കി നിൽക്കാനൊന്നും എനിക്ക് മേല. ഒന്നുമല്ലേലും നാളെ ഒരു കാലത്ത് നിനക്കും നെഞ്ചു വിരിച്ച് കയറി വരാനുള്ള വീടാ ഞങ്ങൾ പണിയുന്നത്. എൻ്റെ അനുചേച്ചി, ഞാൻ എങ്ങോട്ടും വരാൻ പോകുന്നില്ല, അങ്ങനെ പേടിക്കേണ്ട. പിന്നെ എല്ലാം നശിപ്പിച്ചത് ഞാൻ ഒരുത്തി തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് ചേച്ചിക്ക് തരാനുള്ളതൊക്കെ തന്നിട്ടല്ലേ കല്യാണം നടത്തി ചേച്ചിയെ വിട്ടത്. എനിക്കും മനുവിനും കൂടി ഉള്ളതായിരുന്നു ആ വീടും പറമ്പും. അതുകൊണ്ട് തന്നെയാണ് മനു തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഞാൻ പരാതി പറയാത്തത്. ആ കുഞ്ഞിനു കൂടെ ഉള്ളത് ഞാനായി തുലച്ചു. പിന്നെ നിനക്കും മനുവിനും കൂടി മാത്രമാ ഇത്. ഇത്തിരി സ്വർണവും കാശും 10 സെന്റ് സ്ഥലവും മാത്രമാ എനിക്ക് തന്നത് എന്ന് വെച്ച് കുടുംബത്തിൽ എനിക്കൊരു അവകാശവുമില്ലേ? ചേച്ചി, നമ്മുടെ അമ്മ മരിച്ചത് ക്യാൻസർ വന്നിട്ടാ, അല്ലാതെ ജലദോഷം വന്നിട്ടല്ല. എത്ര രൂപയാ അമ്മയ്ക്ക് വേണ്ടി ആശുപത്രികളിലും മരുന്നിനുമായി ചെലവാക്കിയിട്ടുണ്ടെന്ന് ചേച്ചിക്ക് അറിയോ? കണക്കൊന്നും നീ പറയേണ്ട രേണു, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും വേണ്ട. ഞങ്ങളാലാവുന്ന വിധം അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ചെലവാക്കി, ശരിയാ. അമ്മയ്ക്ക് സ്കാനിങ്ങിന് പൈസ ഇല്ലാതെ നട്ടം തിരിഞ്ഞു നിന്ന് ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചിയും ഹരിയേട്ടനും സ്വർണ്ണക്കടയിൽ വള വാങ്ങാൻ നിൽക്കുകയായിരുന്നു. ഓർമ്മയുണ്ടോ? എന്നിട്ട് ചേച്ചി എനിക്ക് അയച്ചു തന്നത് 500 രൂപയാ. അതേടി, ഞാൻ അതെങ്കിലും അയച്ചു തന്നില്ലേ? പിന്നെ എൻ്റെ ഭർത്താവ് എനിക്കൊരു സ്വർണ്ണ വള വാങ്ങി തരുമ്പം അത് വേണ്ട, ആ പൈസ എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ എങ്ങനെയാടി പറയുന്നത്? എനിക്ക് ഹരിയേട്ടൻ്റെയും ഏട്ടൻ്റെ കുടുംബക്കാരെയും അവരുടെ അന്തസ്സും കൂടി നോക്കിയേ ജീവിക്കാനൊക്കൂ. വല്ലവൻ്റെയും കൂടെ ജീവിക്കുമ്പോഴേ അത് നിനക്ക് മനസ്സിലാവൂ. ചൂടായിക്കൊണ്ട് അനു ബാഗ് എടുത്ത് തോളിലിട്ടു. രേണു, ഞാനിപ്പം പോവുക. പക്ഷെ പൈസ നീ ഒപ്പിച്ച് തന്നേ പറ്റൂ. ഞാൻ 2 ദിവസം കഴിയുമ്പം വരും. അവൾ തിരിഞ്ഞിറങ്ങി. ഒരു നിമിഷം അനുവിനെ നോക്കി നിന്നിട്ട് രേണു ഒപ്പം ചെന്നു. അച്ഛൻ അപ്പോഴും ടി വിക്ക് മുന്നിൽ തന്നെയായിരുന്നു. അനു അച്ഛനോട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി കാറിൽ കയറി. അനുചേച്ചി, അത്രയും ദൂരെയൊന്നും എന്നെ കൊണ്ടാവില്ല. എങ്കിലും പറ്റുന്നത് ഞാൻ ഒപ്പിച്ചു തരാം. രേണു പറഞ്ഞെങ്കിലും അതിന് മറുപടി ഒന്നും പറയാതെ അനു കാർ സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. തിരികെ ഹാളിലെത്തി അവൾ അച്ഛനെ നോക്കി. അച്ഛൻ സിനിമയുടെ മുന്നിലായിരുന്നെങ്കിലും അതിലല്ല ശ്രദ്ധിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അനു കൊണ്ടുവച്ചിരുന്ന ചായ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ എന്താ ചായ കുടിക്കാത്തെ? അയാൾ വെറുതെ അവളെ നോക്കി. വിഷമിക്കണ്ട കേട്ടോ. അവൾ അച്ഛൻ്റെ തോളിൽ തട്ടി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കണ്ണുകളും നിറഞ്ഞു തുടങ്ങിയിരുന്നു. ചായ തണുത്തു പോയച്ചാ, ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. അവൾ തൻ്റെ നിറമിഴികൾ അച്ഛൻ കാണാതിരിക്കാൻ ചായയും എടുത്ത് അടുക്കളയിലേക്ക് പോയി. രാത്രി 9 മണിയായപ്പോൾ ജെയ്സന്റെ കോൾ വന്നു. അവൾ വെറുതെ ഓരോന്നാലോചിച്ചു കിടക്കുകയായിരുന്നു. ഫോൺ എടുത്തപ്പോൾ അവൻ ചോദിച്ചു, എന്തായി രേണു, ആ കുട്ടിയോട് സംസാരിച്ചോ? പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു ആ കുട്ടി? കാണാമെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ നമ്പർ നിനക്ക് വാട്സപ്പ് ചെയ്യാം. നീ നാളെ വിളിച്ചിട്ട് പോയി കണ്ടാൽ മതി. ഓക്കെ എടി, താങ്ക്സ്. ഒന്ന് നിർത്തിയിട്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു, നിനക്കെന്താ, സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. പിന്നെന്താ ശബ്ദം ഒരുമാതിരി? ഒന്നുമില്ല അളിയാ, നീ വച്ചേക്ക്. ഡി, കട്ട് ചെയ്യല്ലേ. നിനക്കെന്തോ പ്രയാസമുണ്ട്, എനിക്കറിയാം. എന്താ പറ്റി, പറയടി. നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക്. അവളൊന്ന് നിർത്തി. സ്വരം ഇടർന്നതുപോലെ അവൾക്ക് തോന്നി. കരഞ്ഞാൽ അവൻ എവിടെ നിൽക്കില്ലെന്നും രാത്രി തന്നെ ബൈക്കുമെടുത്ത് വരുമെന്നും അവൾക്കറിയാവുന്നതുകൊണ്ട് അവൾ തന്നെ കാൾ കട്ട് ചെയ്തു. പിന്നെ തലയിണയിൽ മുഖം ചേർത്ത് കമിഴ്ന്നു കിടന്നു.